ആകാശവാണി. നമസ്കാരം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മാനവരാശിയുടെ പരിണാമ ചരിത്രത്തിൽ ജീവന്റെ നിലനിൽപ്പിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച മേഖലയാണ് വൈദ്യശാസ്ത്രം. ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളിൽ ഉഴലുന്ന മനുഷ്യന് ശാസ്ത്രീയമായ ചികിത്സയിലൂടെ പ്രത്യാശയുടെയും രോഗമുക്തിയുടെയും വെളിച്ചം പകരുന്നത് ഡോക്ടർമാരാണ്. കേവലം ഒരു തൊഴിൽ എന്നതിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ആതുര സേവന ധർമ്മത്തിനും മുൻഗണന നൽകുന്ന ഉദാത്തമായൊരു ദൗത്യമാണ് മെഡിക്കൽ പ്രൊഫഷൻ. രോഗിയുടെ ഭയത്തെയും ആശങ്കകളെയും ശാന്തമായി ശ്രവിക്കുകയും ശാസ്ത്രത്തിന്റെ കരുത്തിൽ ജീവൻ നിലനിർത്താൻ പോരാടുകയും ചെയ്യുന്ന ഡോക്ടർമാരെ ജനാധിപത്യ സമൂഹത്തിന്റെ സുപ്രധാനമായ കാവലാളുകളായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം ജീവിതവും വ്യക്തിപരമായ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് സമർപ്പിതമായി ജനസേവനം നടത്തുന്ന രാജ്യത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകന്റെയും കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും ആദരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡോക്ടേഴ്സ് ദിനവും കടന്നുപോയത്. രാജ്യത്തെ പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമ ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ നയരൂപീകരണത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1882 ജൂലൈ 1 ജനിക്കുകയും 80 വർഷങ്ങൾക്ക് ശേഷം 1962 ജൂലൈ 1 തന്നെ അന്തരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം ആതുര സേവനത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതായിരുന്നു. മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിന്റെ അതുല്യമായ സേവനങ്ങളെയും രാജ്യനിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെയും മുൻനിർത്തി 1961 രാജ്യം അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് നൽകി ആദരിച്ചു. പിന്നീട് 1991 കേന്ദ്ര സർക്കാർ ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ ദിനാചരണം കേവലം ഒരു വ്യക്തിയോടുള്ള ആദരവ് മാത്രമല്ല, രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്ന ഓരോ ഡോക്ടർമാരുടെയും അദൃശ്യമായ ത്യാഗങ്ങളെ പൊതുസമൂഹം അംഗീകരിക്കുന്ന നിമിഷം കൂടിയാണ്. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണം, അനുകമ്പ, വൈദഗ്ധ്യം, അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ വിലമതിക്കാനാവാത്തതാണെന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസകളിൽ അറിയിച്ചത്. രാഷ്ട്ര നിർമ്മാണത്തിന് മെഡിക്കൽ സമൂഹം നൽകിയ വിലയേറിയ സംഭാവനകൾക്ക് ശ്രീ CP രാധാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ല് ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണെന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ ഡോക്ടർമാർ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഡോക്ടറുടെ പങ്ക് കേവലം രോഗനിർണയത്തിലും മരുന്ന് നിർദ്ദേശിക്കുന്നതിലും മാത്രം പരിമിതമല്ല, മറിച്ച് അതിനേക്കാൾ വിശാലമായ ഒരു സാമൂഹിക സുരക്ഷാ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി തലമുറകളെ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുന്നത് മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകളിലൂടെ ജീവൻ തിരികെ പിടിക്കുന്നതുവരെ ഡോക്ടർമാരുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്നു. അതോടൊപ്പം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ക്യൂറേറ്റീവ് രീതിയിൽ നിന്ന് മാറി രോഗങ്ങൾ വരാതെ തടയുന്ന പ്രിവന്റീവ് മെഡിസിനും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമുകൾക്കും ആധുനിക കാലത്ത് ഡോക്ടർമാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും പൊതുജനാരോഗ്യ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിലും അവർ മുൻപന്തിയിൽ നിൽക്കുന്നു. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗശാന്തി നൽകുന്നതിനുമുള്ള ഡോക്ടർമാരുടെ അർപ്പണബോധവും പ്രതിബദ്ധതയും മെച്ചപ്പെട്ട ജീവിത രീതിയെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതും കൂടുതൽ ശക്തവും ആരോഗ്യകരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗീ പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. കൂടുതൽ ആരോഗ്യകരമായ ഭാരതത്തിനായുള്ള കൂട്ടായ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. Doctors are the cornerstone of our healthcare system, tirelessly working to alleviate suffering, save lives, and uphold the highest standards of patient care. Your selfless commitment and resilience continue to inspire the nation and strengthen our collective pursuit. ഡോക്ടർമാർ
ഡോക്ടർമാർക്ക് ജോലിസ്ഥലത്ത് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ അമിതമായ രോഗികളുടെ തള്ളിക്കയറ്റവും അതുവഴിയുണ്ടാകുന്ന ജോലിഭാരവും കുറയ്ക്കുന്നതിനായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമീപകാല ചരിത്രത്തിൽ ലോകം നേരിട്ട ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളായ കോവിഡ് മഹാമാരിയുടെ സമയത്തും കേരളം പലപ്പോഴായി നേരിട്ട നിപ വൈറസ് ബാധയുടെ ഘട്ടങ്ങളിലും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം സുരക്ഷിതത്വവും കുടുംബാംഗങ്ങളുടെ ജീവനും അവഗണിച്ച് മണിക്കൂറുകളോളം PPE കിറ്റുകളുടെ അസ്വസ്ഥതകൾ സഹിച്ചുകൊണ്ട് അവർ ഐസൊലേഷൻ വാർഡുകളിൽ കർമ്മനിരതരായി. ഈ പോരാട്ടത്തിനിടയിൽ രാജ്യത്തെ നൂറുകണക്കിന് പ്രഗത്ഭരായ ഡോക്ടർമാർക്കാണ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. ദുരന്തമുഖങ്ങളിലും യുദ്ധഭൂമിയിലും പകർച്ചവ്യാധി പടരുന്ന പശ്ചാത്തലത്തിലും തങ്ങളുടെ ഔദ്യോഗിക പ്രതിജ്ഞയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഡോക്ടർമാരുടെ സേവനം മാനവികതയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാഹരണമാണ്. ശാസ്ത്രീയമായ അറിവുകളെ സഹാനുഭൂതിയോടെ രോഗികളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു ഡോക്ടറുടെ സേവനം പൂർണ്ണതയിലെത്തുന്നത്. എന്നാൽ ആതുര സേവന രംഗത്തിന്റെ ഈ ഉദാത്തമായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആധുനിക കാലത്ത് ഡോക്ടർമാർ നേരിടുന്ന അത്യന്തം ഗൗരവമേറിയ വെല്ലുവിളികളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ജനസംഖ്യാ നിരക്കിന് ആനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണം ഇന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് താഴെയാണ്. ഈ അപര്യാപ്തത പൊതുജനാരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെ മേൽ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. യാതൊരു വിശ്രമവുമില്ലാതെ തുടർച്ചയായി 24 മുതൽ 36 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ജൂനിയർ ഡോക്ടർമാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും അവസ്ഥ ഇന്ന് വലിയ തോതിലുള്ള ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അവരുടെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല ചിലപ്പോഴൊക്കെ അവരുടെ പ്രൊഫഷണൽ കാര്യക്ഷമതയെയും ബാധിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു പുറമെ സമകാലിക മെഡിക്കൽ മേഖല നേരിടുന്ന ഏറ്റവും നിർഭാഗ്യകരവും ആശങ്കാജനകവുമായ പ്രതിസന്ധിയാണ് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ. വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടെന്നും എല്ലാ രോഗികളെയും പൂർണ്ണമായി സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് കഴിയില്ലെന്നുമുള്ള ശാസ്ത്രീയമായ യാഥാർത്ഥ്യം പലപ്പോഴും വികാര വിക്ഷോഭങ്ങളിൽ വിസ്മരിക്കപ്പെടുന്നു. ഭയരഹിതവും സുരക്ഷിതവുമായ ഒരു തൊഴിലന്തരീക്ഷം ലഭിച്ചാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് തന്റെ അറിവും പ്രാവീണ്യവും പൂർണ്ണമായി വിനിയോഗിച്ച് രോഗിയെ ചികിത്സിക്കാൻ സാധിക്കൂ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിയന്തര ആവശ്യമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ഷാനവാസ് ആകാശവാണിയോട്. ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഡേ ആൻഡ് നൈറ്റ് കോള് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. നൈറ്റ് പലപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല. നൈറ്റിൽ ഉറങ്ങാതെ ഡെലിവറി എടുക്കുകയും സിസേറിയൻ ചെയ്യുകയും ചെയ്ത് ഉറങ്ങാണ്ടാണ് അടുത്ത ദിവസം വീണ്ടും പോയി OP നോക്കുന്നത്, വീണ്ടും തിയേറ്ററിൽ കയറി സർജറി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും മെൻ്റലി ഫിസിക്കലി ഒക്കെ അൺഫിറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ അസുഖങ്ങൾ വന്നാൽ പോലും പലപ്പോഴും ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് ഒരു സിസ്റ്റം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗൈനക്കോളജി. ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം എമർജൻസി മെഡിസിൻ തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മൾ മോഡേൺ മെഡിസിന് 100% ക്യൂർ എല്ലാത്തിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു രോഗം ഡോക്ടർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, പെട്ടെന്ന് ചികിത്സിക്കുന്നു, വിത്തിൻ ഡേയ്സ് അത് പേഷ്യൻ്റ് ക്യൂറായി വീട്ടിൽ പോകുന്നു. അങ്ങനെയല്ല, പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ താമസമെടുക്കും. നമ്മുടെ ചികിത്സാ രീതികൾക്കും എക്യുപ്മെൻസിനും ചികിത്സിക്കുന്ന ഉപകരണങ്ങൾക്ക് ചികിത്സയ്ക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡിസീസസ് പലതും കണ്ടുപിടിക്കാൻ ഒരുപാട് എത്ര എക്സ്പേർട്ട് ഹാൻഡായാലും പലപ്പോഴും താമസം വരികയും പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ഗതിയിൽ ചെയ്താൽ പോലും 100% കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് 100% എല്ലാ ജീവനെയും രക്ഷിക്കാൻ മോഡേൺ മെഡിസിനല്ല ഒരു മെഡിസിൻ വിഭാഗത്തിനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പബ്ലിക് അറിയണം. പിന്നെ പ്രധാനമായിട്ടും പബ്ലിക് എപ്പോഴും അജിറ്റേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ സഡൻ ഡെത്ത്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അത്യാഹിതത്തിൽ വരുമ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത, ഇതൊക്കെയാണ് പലപ്പോഴും അജിറ്റേറ്റ് ആവുന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ അഡിക്വേറ്റ് ട്രെയിൻഡ് ഡോക്ടേഴ്സ് വേണം, അതുപോലെ എല്ലാ എക്യുപ്മെൻറ്റ്സും വേണം. ഒരു കാഷ്വാലിറ്റി അത്യാഹിതത്തിൽ കൊണ്ടുവന്ന പേഷ്യൻ്റെ നെക്സ്റ്റ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഡെത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സൈഡിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള
പ്രത്യേകിച്ചും ഗവൺമെൻറ് സെക്ടറിൽ പരമാവധി അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൂട്ടുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെല്ലാം 24/7 റൗണ്ട് ദ ക്ലോക്ക്. ഇപ്പം മെഡിക്കോളിൽ അതൊക്കെയുള്ളൂ. പെരിഫറിലുള്ള എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടെ മെഡിക്കൽ രംഗം നേരിടുന്ന മറ്റൊരു സങ്കീർണമായ വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ ആരോഗ്യ വിവരങ്ങളുടെ പ്രചാരണവും ഇന്റർനെറ്റ് അധിഷ്ഠിത സ്വയം ചികിത്സയും. കൃത്യമായ യോഗ്യതയോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ലാത്ത വ്യാജ ചികിത്സകർ ഇന്റർനെറ്റിനെ ദുരുപയോഗം ചെയ്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ അനാവശ്യമായ ഭീതിയും അവിശ്വാസവും ജനങ്ങളിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് രോഗികൾക്ക് ശരിയായ ആരോഗ്യ വിവരങ്ങൾ നൽകിക്കൊണ്ട് സ്വയം ചികിത്സയുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ഡോക്ടർമാർക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം HOD ഡോക്ടർ അസ്മ റഹീം ആകാശവാണിയോട്. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ എത്ര വലിയ സാങ്കേതിക വിദ്യ വന്നാലും ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗൂഗിളോ വാട്സാപ്പോ വഴിയൊന്നും കിട്ടുന്ന വിവരങ്ങളല്ല. അത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആർദ്രതയോടെയുള്ള വ്യക്തതയോടെയുള്ള ആശയവിനിമയമാണ്. രോഗിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ വിഷമങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ഒരു ഡോക്ടർ തയ്യാറാകുമ്പോൾ തന്നെ പകുതി രോഗവും മാറുമെന്നാണ് പറയാറുള്ളത്. ഈ സാങ്കേതിക വിദ്യ നൽകുന്ന വലിയൊരു വെല്ലുവിളിയാണ് സ്വയം ചികിത്സ അഥവാ സെൽഫ് മെഡിക്കേഷൻ. ഒരു ചെറിയ തലവേദനയോ വയറുവേദനയോ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നേരെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ തിരയും. ഒടുവിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലറുകളോ വാങ്ങി കഴിക്കുന്നു. ഇത് എത്രത്തോളം അപകടകരമാണ് എന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്റർനെറ്റിന് വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ രോഗനിർണയം നടത്താൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ശരീരം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഫലിച്ച മരുന്ന് മറ്റൊരാൾക്ക് മാരകമായേക്കാം. സ്ഥിരമായി പെയിൻ കില്ലറുകൾ വാങ്ങി കഴിച്ചാൽ അത് നമ്മുടെ വൃക്കകളെയും കരളിനെയും ഗുരുതരമായി ബാധിക്കും. കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷമോ തൊണ്ടവേദനയോ വരുമ്പോൾ മുൻപെപ്പോഴോ ഡോക്ടർ എഴുതി തന്ന സിറപ്പിന്റെ ബാക്കി കുപ്പി തപ്പിയെടുത്ത് കൊടുക്കുന്ന അമ്മമാർ നിരവധിയുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കും. വൈറസ് മൂലമുണ്ടാകുന്ന ജലദോഷത്തിന് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല താനും. ഇങ്ങനെയുള്ള സ്വയം ചികിത്സ വഴി ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ ഒരു മരുന്നും ഫലിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ തള്ളിവിടുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ കാലത്ത് വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാനും രോഗികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകാനും ഡോക്ടർമാർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. OPയിൽ എത്തുന്ന രോഗിയോട് മരുന്ന് കുറിച്ച് നൽകുന്നതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഈ മരുന്ന് നൽകുന്നതെന്നും സ്വയം ചികിത്സ നടത്തിയാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും ലളിതമായി പറഞ്ഞു കൊടുക്കുക. രോഗികൾക്ക് വിവരങ്ങൾക്കായി ആശ്രയിക്കേണ്ട കൃത്യമായ മെഡിക്കൽ വെബ്സൈറ്റുകൾ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാം. ഡോക്ടർമാരുടെ സ്നേഹത്തോടെയുള്ള വാക്കും കൃത്യമായ മാർഗനിർദ്ദേശവുമാണ് ശരിയായ ചികിത്സയുടെ ആദ്യപടി. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നത് കേവലം വാർഷികാചരണങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലന വ്യവസ്ഥിതിയുടെ അന്തസ്സും കാര്യക്ഷമതയും നിലനിർത്തുന്ന ഭിഷഗ്വര സമൂഹത്തെ ആദരിക്കേണ്ട സന്ദർഭമാണ്. രോഗി ഡോക്ടർ ബന്ധം എന്നത് കേവലം ഒരു ഉപഭോക്തൃ സേവനത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിലും മാനുഷിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒന്നാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾ പൂർണ്ണമായും ത്യജിച്ച് ആശുപത്രി വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും മനുഷ്യജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാ ഭിഷഗ്വരന്മാരുടെയും അമൂല്യമായ സേവനങ്ങളെ ഈ വേളയിൽ കൃതജ്ഞതയോടെ സ്മരിക്കാം. അവർക്ക് ആത്മവിശ്വാസത്തോടെയും പൂർണ്ണ സുരക്ഷിതത്വത്തോടെയും തങ്ങളുടെ ഉദാത്തമായ കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം കൃഷ്ണ പ്രകൃതി.